ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ പുനലൂർ തൂക്കുപാലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ പുനലൂർ വന്നു. പിന്നെ ഞങ്ങൾ തൂക്കുപാലത്തിൻ്റെ സമാന്തര പാലത്തിലേക്ക് നടക്കുകയാണ്. പാലത്തിൻ്റെ ഇരുവശത്തുമായി ധാരാളം ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല മനോഹരമാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് എത്തുമ്പോൾ അവിടെ ഒരു ഞാവൽ മരം വലത് സൈഡിലായിട്ട് നിൽപ്പുണ്ട്. ഗൈസ്, നമ്മൾ തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുക. അപ്പം ഇവിടെ ചെറിയ കപ്പലിൻ്റെ കടയൊക്കെ ഉണ്ട്. പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇടതുവശത്തായി ഗാന്ധിജിയുടെ ഒരു പ്രതിമ നമുക്ക് കാണാം. പടികൾ ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ രണ്ട് വശത്തായി 2 കിണറുകൾ കാണാം. പാലത്തിൻ്റെ അങ്ങേ വശത്തും ഇതുപോലെ 2 കിണറുകളുണ്ട്. തൂക്കുപാലത്തിന് 2 വലിയ കമാന ആകൃതിയിലുള്ള തൂണുകളുണ്ട്. തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഇരുവശത്തുമായി 2 കൂറ്റൻ ചങ്ങലകളിൽ ഇതിൻ്റെ പ്രധാന ഭാഗം തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ ചങ്ങലകളെ പാലത്തിൻ്റെ കരഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന 4 കിണറുകളിൽ ഇറക്കി ശക്തിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. നമ്മൾ നടക്കുന്ന ഈ പ്ലാറ്റ്ഫോം തമ്പകം എന്ന തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹലോ ഗൈസ്, നമ്മുടെ സ്വന്തം നാടായ പുനലൂരിൻ്റെ സ്വത്തായ ചരിത്ര പ്രാധാന്യമുള്ള ഈ തൂക്കുപാലം പുനലൂരിൻ്റെ ഹൃദയഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധനായ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിലാണ് പാലം രൂപകൽപ്പന ചെയ്തതും നിർമ്മാണം ആരംഭിച്ചതും. 1877 ഇതിൻ്റെ പണി പൂർത്തിയായി. അതുകൊണ്ടാണ് 2 കമാനങ്ങളിലും 1877 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൂക്കുപാലം കല്ലടയാറിൻ്റെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹലോ ഗൈസ്, തൂക്കുപാലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും തൂക്കുപാലം ഒന്ന് കാണണേ. സന്ദർശന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. പകൽ ഭയങ്കര ചൂടായതുകൊണ്ട് വൈകിട്ട് 4 മണിക്ക് ശേഷം എത്തുന്നതായിരിക്കും നല്ലത്.
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.